സോനം വാങ്ചുക്കിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കേരളത്തിലെത്തിയ ചില ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെയുണ്ട്. രാജ്ഘട്ടിന് മുന്നിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. കാണാൻ വേണ്ടി വന്നത്. അതെ, ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സമരം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്ന് അവസാനിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഒന്ന് കാണാൻ വേണ്ടി പോലും ആദ്യഘട്ടത്തിൽ ഡൽഹി പോലീസ് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഈ ഭരണകൂടം യുവാക്കളെയും വിദ്യാർത്ഥികളെയും എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ മനസ്സിലാവുന്ന സ്ഥിതിയുണ്ട്. നിങ്ങൾ ഇന്നലെ സമരത്തിന് വന്നതാണല്ലോ, ഇനിയിപ്പോൾ ഭാവി ഡൽഹിയിൽ എങ്ങനെ സമരം ചെയ്യാനുള്ള പരിപാടിയാണ്? ഇന്നലെ CJP സമരത്തിനാണല്ലോ വന്നത്. അതെ, CJPക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന, ഇടതുപക്ഷ യുവാക്ക സംഘടനകളെ DYFI ഉൾപ്പെടെയുള്ള SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. അപ്പോൾ വലിയ പിന്തുണ അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് രാജ്യത്തിന് വലിയ മാറ്റമാക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഈ മരണപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളാണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇന്നലെ ഒരുപാട് DYFI പ്രവർത്തകർ ഇങ്ങോട്ട് വന്നു, പക്ഷെ അതിനു മുമ്പ് തന്നെ CJPയുടെ സമരം അവസാനിപ്പിച്ചു. അപ്പോൾ ഏത് രീതിയിലുള്ള തുടർ സമരമാണ് ഡൽഹിയിൽ നിങ്ങൾ ആലോചിക്കുന്നത്? അതായത് DYFIയുടെ ലീഡർഷിപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഈ സമരത്തിൽ ആവശ്യമായതുകൊണ്ട് നമ്മൾ വീണ്ടും ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ സമരങ്ങളും പരിപാടികളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നമ്മളൊരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലേക്ക് വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലായിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു. വലിയ പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിച്ചു, SFI വലിയ മാർച്ചുകൾ സംഘടിപ്പിച്ചു, DYFI ഓരോ മേഖലാതലത്തിൽ ഉൾപ്പെടെ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് വിവിധ മേഖലയിൽ നിന്നല്ലേ ആൾക്കാർ? അതെ, നമ്മളോരോ ബ്ലോക്ക് കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ള ആൾ വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. കേരളം ഉൾപ്പെടെ മുഴുവൻ ആളുകൾ നമ്മൾ ഇവിടെ നിലവിൽ ഇപ്പോൾ ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ DYFI പ്രവർത്തകർ CJP സമരം അവസാനിച്ചിട്ടാണ് ഡൽഹിയിലെത്തിയെങ്കിലും തുടർ സമരമായി ഇവിടെ സജീവമാകും എന്നാണ് പറയുന്നത്. ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂറിനൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.